ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അരി അരച്ചെടുക്കുകയാണ്. തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമ്മൾ അരച്ചെടുത്തു. നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ടയെല്ലാം പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത അരിയിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചിരവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഓരോ ദോശയായി ചുട്ടെടുക്കുകയാണ്. മുട്ടക്കറിയിലേക്കുള്ള മുട്ടയെല്ലാം പുഴുങ്ങിയെടുത്തു. അതിലേക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അടുപ്പിൽ നമ്മൾ മുട്ടക്കറിയും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ. പോണ വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ തൊലിയെല്ലാം അവളോട് കളഞ്ഞു തരാൻ പറഞ്ഞു. മുട്ടയുടെ തൊലിയെല്ലാം അവൾ കളഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു അടുപ്പിൽ നമ്മൾ ചായക്കും കൂടെ വെള്ളം വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഓണം കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യണം. സ്ട്രോ വെച്ച് ചെയ്തെടുക്കാവുന്ന പുതിയൊരു ക്രാഫ്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സ്ട്രോ ഇല്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഏട്ടൻ രാവിലെ ചായയൊക്കെ കുടിച്ച് എവിടെ പോകണമെന്ന് പറഞ്ഞു പോയി. ഇനി ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ. ഓണം വെക്കേഷനൊക്കെ ഇന്നത്തോട് കൂടി തീരുകയാണ്. അപ്പോൾ ഇനി വലിയ മോൾക്ക് നാളെ രാവിലെ പാലക്കാട്ടേക്ക് തിരിച്ചു പോകണം. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അതും കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ. നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിടത്തേക്ക് ഞങ്ങൾ മാത്രമല്ല പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചേച്ചിമാരും വരുന്നുണ്ട്. അവരുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്രങ്ങളെല്ലാം വെക്കുന്ന സ്ഥലങ്ങളിൽ എടുത്തു വെക്കട്ടെ. അകമൊക്കെ ചെറിയ മോള് അടിച്ചു വാരുന്നുണ്ട്. ഇന്നലെ രാത്രി ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മുട്ടകളാണ്. ഇതെല്ലാം ഒന്ന് കഴുകി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയതിന് ശേഷം നമ്മളത് കേടുവന്ന മുട്ടയാണെന്ന് അറിയാൻ വേണ്ടി അതിൽ നിറയെ വെള്ളമാക്കി കൊടുക്കുകയാണ്. കേടായ മുട്ടയാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതിനുശേഷം നമ്മൾ സിങ്കൊക്കെ ഒന്ന് കഴുകിയിടുകയാണ്. സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനും ഉണ്ട്. ഇന്ന് രാവിലെ എണീറ്റത് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ്. 11:45 കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. സിങ്കൊക്കെ കഴുകൽ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയൊക്കെ വെള്ളം വാർന്നിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഞങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചുക്കുവെള്ളമൊക്കെ രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നു. അതൊക്കെ കുപ്പിയിലാക്കാനുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ചുക്കുവെള്ളം ഉണ്ടാവില്ല, അതും കൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ്. ഇപ്പം നല്ല വെയിലല്ലേ, അപ്പോൾ കുടിവെള്ളമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി വെക്കുകയാണ്. വെള്ളമൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുളിച്ച് പോവാൻ റെഡി ആവണം. 12 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ കേരളം കുണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കരുവാരക്കുണ്ടാണ്. അപ്പം നമുക്ക് മഞ്ചേരിയിൽ നിന്നാണ് അവിടെ എത്തേണ്ടത്. പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അമ്മയും ചേച്ചിമാരും ഒക്കെ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവരവിടെ നിന്നും 1 മണിയൊക്കെ ആകുമ്പോഴേ ഇറങ്ങുകയുള്ളൂ. അപ്പം ഞങ്ങൾ പുന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. മക്കൾ 2 പേരും ബിരിയാണിയാണ് പറഞ്ഞത്. ഞാനും ഏട്ടനും ചോറാണ് കഴിക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യാനുണ്ട്. മലപ്പുറം ജില്ലയിലുള്ളൊരു സ്ഥലം തന്നെയാണ്, പക്ഷേ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ ബോർഡൊക്കെ കാണാനുണ്ട്. അധികം വീതിയൊന്നും ഇല്ലാത്തൊരു റോഡാണ്. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നമുക്ക് ഇതുവരെ കാറിൽ പോരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പാണ്. അമ്മയും ചേച്ചിമാരൊക്കെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാ കുറേ ദൂരെയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജീപ്പിൽ അവിടേക്ക് കൊണ്ടാക്കി തിരിച്ചു കൊണ്ടാക്കുന്നതിന് ഒരു ജീപ്പിന് 500 രൂപയാണ്. നടന്നു പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ജീപ്പിലേക്കുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ റോഡ് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കല്ല് പതിച്ച റോഡാണ്. അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വഴിയൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ 2 ജീപ്പിലായിട്ട് കയറുകയാണ്. നമ്മൾ ജീപ്പിൽ പോകുമ്പോൾ ആ റോഡൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. മോശം റോഡാണ്. വണ്ടിയിൽ പിടിച്ചിരിക്കാതെ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് ദൂരം ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. പിന്നീട് അങ്ങോട്ടാണ് കല്ല് പതിച്ചിട്ടുള്ള റോഡ്.
ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ജീപ്പിൽ കുത്തി കുലുങ്ങിയുള്ള ഒരു യാത്ര അതും വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. 2:45 നമ്മളവിടെ എത്തിയിട്ടുള്ളത്. ഇനി 4 മണിയാകുമ്പോൾ ജീപ്പ് വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നമുക്കതെല്ലാം കണ്ട് ഇവിടേക്ക് തിരിച്ചെത്തണം. ഒരാൾക്ക് ടിക്കറ്റിന് 20 രൂപയാണ്. നമ്മൾ പോരുമ്പോഴൊന്നും മഴയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ കുറേശ്ശെയായി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളിനി താഴേക്ക് ഇറങ്ങുകയാണ്. വഴിയുടെ കാര്യമൊന്നും പറയണ്ട, കാലൊന്ന് തെറ്റിയാൽ താഴെ കിടക്കും, അതുപോലെയുള്ള വഴിയാണ്. ഇതുപോലെയുള്ള ദുർഘടം പിടിച്ച വഴിയാണ്. മഴ ഏതായാലും ഭയങ്കര ശക്തിയായിട്ടൊന്നും പെയ്തില്ല. എല്ലാവരുടെ അടുത്തും കുടയും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ ഇറക്കമൊക്കെ തിരിച്ചു പോരുമ്പോൾ കയറി പോരണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആ വഴിയൊക്കെ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ബാഗൊക്കെ പിടിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ബാഗൊക്കെ മോളെ കയ്യിൽ കൊടുത്തതാണ്. പിന്നീട് നമ്മൾ ഇതിനകത്തൂടെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. അതിലൂടെ ഇറങ്ങി വരുമ്പോൾ ഇതുപോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ വഴിയിലൂടെ പോകണം. അപ്പോൾ ഇതാ ഇവിടെ ഒരു പാലമൊക്കെ കാണാനുണ്ട്. ഇതാണ് നമ്മുടെ കേരളാംകുണ്ട് വാട്ടർഫാൾസ്. ഇതുപോലത്തെ ഇരുമ്പിന്റെ കോണി ആ സൈഡിലൂടെ താഴേക്ക് കാണുന്നുണ്ട്. അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പൊ നമ്മൾ സൈഡിൽ കണ്ടിരുന്ന ആ ഇരുമ്പിന്റെ കോണിയിൽ കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. സത്യം പറഞ്ഞ കോണി ഇറങ്ങി വരുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട്. കോണി ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇത്. അതെന്റെ അമ്മയാണ്. വെള്ളം ചാടി വരുന്ന ആ സ്ഥലത്ത് കുറച്ച് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ മലവെള്ളപ്പാച്ചിലൊക്കെ വന്നാൽ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പൊ നമ്മൾ കോണിയൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് താഴേന്ന് കാണുന്ന ആ ഒരു വ്യൂ. വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നും അല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടേക്ക് എത്തിപ്പെടാനാണ് കുറച്ച് പ്രയാസം. അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അനിയനാണ്. ഇതെൻ്റെ ചെറിയ ചേച്ചിയാണ്. റോസ് ഷാൾ ഇട്ടതാണ് എൻ്റെ വലിയ ചേച്ചി. ഇത് ചെറിയ ചേച്ചിയുടെ മോളാണ്, അവളുടെ കുഞ്ഞാണത്. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു കയറി പോന്നു. ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. കാണാനൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. 3:30 കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും കയറി പോന്നു. ജീപ്പ് 4 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് പോവാനുള്ള ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. കുറച്ച് പേര് ചായ കുടിക്കാനായിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. ഇതെൻ്റെ അനിയൻ്റെ 2ാമത്തെ കുഞ്ഞാണ്. ഇനി ഞങ്ങൾ എല്ലാവരും ജീപ്പിൽ കയറി അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. കാറൊക്കെ പാർക്ക് ചെയ്തിരുന്ന അവിടെ വരെ ജീപ്പിൽ വന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് അവരവരുടെ വണ്ടിയിൽ പോരുകയാണ്. അപ്പോൾ കുറച്ച് മഴ പെയ്തിരുന്നു. ഇനി കരുവാരക്കുണ്ട് തന്നെയുള്ള ഏതോ ഒരു പാർക്കിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേതായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയും ടിക്കറ്റിന് 20 രൂപ തന്നെ ആയിരുന്നു. ഇവിടുന്ന് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റീൽസിൻ്റെ ഒക്കെ മേൽനോട്ടം വായിക്കുന്നത് വലിയ ചേച്ചിയുടെ മോളാണ്.
ഈ പാർക്കിൽ ഇതുപോലെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. പണ്ട് എനിക്ക് ഇതുപോലത്തെ തൂക്കുപാലത്തിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇതുപോലത്തെ തൂക്കുപാലത്തിലൊക്കെ കയറി ആ ഒരു പേടി പോയി. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതെൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ്. അവൻ്റെ വലിയ മോനാണ് അതിൽ നിരങ്ങി കളിക്കുന്നത്. അവനവിടെ കണ്ട ഓരോന്നിലും മാറി മാറി കയറി കളിക്കുകയാണ്. കുട്ടികളുടെ കളികളും റീൽസ് എടുക്കലും ഒക്കെ ആയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ നേരെ മഞ്ചേരിയിലേക്ക് പോന്നു. അവർ നിലമ്പൂരിലേക്ക് പോയി. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.